ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊപ്പം നടന്ന് നിങ്ങൾക്കിട്ട് പണിയുന്ന ശത്രുവിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന ആ ഒരു ശത്രു? എന്താണ് അവരുടെ ലക്ഷ്യം, ഉദ്ദേശം? വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോഴിത് അറിയണമെന്ന് ഡിവൈൻ ആഗ്രഹിക്കുന്നു, ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് എത്തുകയുള്ളൂ. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ചെയ്യും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. അല്പം ഒന്ന് കാമാൻ കൊയറ്റായിട്ടിരുന്ന് ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. ഹേ യൂണിവേഴ്സ്, ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണ്? ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് തന്നെ 5 ഓഫ് പെന്റക്കിൾസ് ആണ്. 10 ഓഫ് വോൺസ്, 7 ഓഫ് സൂട്ട്സ് ആൻഡ് 10 ഓഫ് കപ്സ്. ഈ ഒരു ഫസ്റ്റ് കാർഡ് 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതായത് ഒരു കുറവ്, അതായത് നിങ്ങളുടെ ഈ ഒരു ശത്രു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെക്കാൾ പിന്നിലാണെന്ന തോന്നലിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളെക്കാൾ സാമ്പത്തികമായോ സാമൂഹികമായിട്ടോ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിലോ ഒക്കെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക്. ഇതൊരു സമ്പത്തിന്റെ മാത്രമല്ല, എനിക്ക് കിട്ടാത്തത് എന്തോ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന ഉള്ളിലെ ഒരു തീരാവേദന. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം നിങ്ങളല്ല, അവർ നിങ്ങളുടെ വേദനയുടെ കാരണമായി നിങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. 10 ഓഫ് വോൺസ് എന്ന് പറയുന്നത് ആ കാർഡിനകത്തെ ആ സിമ്പൽ പോലെ തന്നെയുണ്ട്. ഒരുപാട് നാളായി ഒരു മാനസികമായിട്ടുള്ള ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളെ, പുറമേ ശക്തനായി തോന്നുന്ന ഒരാളാണ്, പക്ഷേ ഉള്ളിൽ അസൂയ, സമ്മർദ്ദം, തോൽവിയുടെ ബോധം എന്നിവയൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അവർക്ക് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ മറ്റൊരാളുടെ ജീവിതം നിരീക്ഷിക്കാൻ കൂടുതൽ സമയം ചെലവാക്കുന്ന അവസ്ഥ. അതായത് 24 അവേഴ്സും അലർട്ടാണ് ആള്. 7 ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ തന്നെ സൂചിപ്പിക്കുന്നു. നേരിട്ട് ഏറ്റുമുട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഏറ്റവും ശക്തമായ ഒരു കാർഡ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ അവർ മാക്സിമം ശേഖരിക്കും. പുറമേ നിങ്ങൾക്ക് മുൻപിൽ വളരെ നന്നായിട്ട് ചിരിച്ചു കാണിച്ച് അഭിനയിക്കും. നിങ്ങളുടെ പദ്ധതികൾ അറിയാനൊക്കെ ശ്രമിക്കും. പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കും. സത്യം മുഴുവൻ നിങ്ങളോട് പറയുകയേയില്ല. ഈ കാർഡിന്റെ മീനിങ് തന്നെ മറഞ്ഞിരിക്കുന്ന അജണ്ട, രഹസ്യ നീക്കങ്ങൾ, തന്ത്രപരമായിട്ടുള്ള പെരുമാറ്റം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ശരിക്കും മറഞ്ഞിരിക്കുന്ന ഒരു മത്സര ബോധമാണ് അവർക്ക്. നിങ്ങളോട് മത്സരിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ്. ഇത് വലിയൊരു ട്വിസ്റ്റാണ്. കുടുംബ ബന്ധം, ചില അടുത്ത ബന്ധുക്കൾ, പഴയ സുഹൃത്ത്, അടുത്ത പരിചയം, ഒരേ ഗ്രൂപ്പിലുള്ള ആൾ, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നമ്മളോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ആൾ, അതായത് നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ അവരുടെ ഒരു മുഖം എത്തിയിട്ടുണ്ടാകാം. ആദ്യം എത്തിയത് ഏത് മുഖമാണെന്ന് വെച്ചാൽ സംശയിക്കാൻ ഒട്ടുമില്ല, അത് തന്നെ. ഓവറാൾ ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ, പക്ഷേ നിങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുന്ന ഒരാൾ, ഇരുട്ടിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരില്ല. ഇനി നമുക്ക് അവരുടെ ഒരു ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇവരെന്ത് ഇൻഫ്ലുവൻസ് ആണ് അല്ലെങ്കിൽ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് കാർഡ് ഫൂൾ കാർഡാണ്. ദ വേൾഡ് വന്നിട്ടുണ്ട്, 8 ഓഫ് വോൺസ് ആൻഡ് ദ ഡെത്ത്. ഫൂൾ കാർഡ് നമുക്കറിയാം പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ എന്ത് കാര്യങ്ങളും പുതുതായിട്ട് തുടങ്ങുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. പുതിയ ജോലി, പുതിയ ബന്ധം, പുതിയ ബിസിനസ്, പുതിയ ജീവിതഘട്ടം, ഇവ ഏതെങ്കിലും ഒന്ന് തുടങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇതാണ് അവരുടെ മെയിൻ ഇൻഫ്ലുവൻസ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇവർ ഏതെങ്കിലും രീതിയിൽ അതിനകത്തൊരു ഡൈവേർഷൻ കൊണ്ടുവരും. ഒന്നുകിൽ നമ്മളുടെ ആ ഒരു ദിശ തെറ്റിച്ചു വിടും, അല്ലെങ്കിൽ അതിനെ പിന്തിരിപ്പിച്ചു വിടും. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അത് ശരിക്കും ഇവർ വിനിയോഗിക്കും. നെക്സ്റ്റ് കാർഡ് ദ വേൾഡ് കാർഡാണ്. നിങ്ങളുടെ ഒരു വലിയ സൈക്കിൾ പൂർത്തിയാകുന്നത് ഇവർ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഉയർന്നു പോകാൻ അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത് അവർക്ക് ഭയമാണ്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വോൺസ് ആണ്. ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ്. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വളരെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയം. ഇത് അവർ മണത്തറിയുന്ന സമയത്താണ് തെറ്റായ വാർത്തകൾ, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സന്ദേശങ്ങൾ കൈമാറുക, കമ്മ്യൂണിക്കേഷൻ മാനിപ്പുലേഷൻ, ഗോസിപ്പുകൾ പറഞ്ഞു പരത്തുക, തെറ്റിദ്ധരിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു എനർജി കാണിക്കുന്നു. നിങ്ങൾ അല്പം ഒന്ന് അലർട്ടാകുക. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഡെത്ത് കാർഡാണ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു മരണത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ഘട്ടം അവസാനിപ്പിക്കാൻ ഇവർ കാരണമായിട്ടുണ്ടാകാം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത എന്തോ ഒരു നല്ല കാര്യത്തിന് ഇവർ
ഇവർ ശരിക്കും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്ന സമയത്ത് അതൊരു തടസ്സമായിട്ട് ഇവർ മെയിനായിട്ട് പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഇതെന്ന് പറയുന്നത് ചിലർക്ക് ഇത് ഫാമിലിയിൽ തന്നെയുള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ആളുകളായിരിക്കാം. അവരുടെ ഒരു നിയന്ത്രണത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ അനുവാദം ആവശ്യമായി വന്നേക്കാം. അത് കിട്ടാനാകാതെ ശരിക്കും നിങ്ങൾക്ക് മുന്നിലുള്ള അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അങ്ങനെ അവസരം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട. ഈ ഒരു ഡെത്ത് കാർഡിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതൊക്കെ അവസാനിച്ചാലും എത്രയൊക്കെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും പുതിയത് ഉണ്ടാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് ചിലപ്പോൾ മാറ്റമൊക്കെ ഒന്ന് വൈകിപ്പിച്ചേക്കാം. അതിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ നടക്കുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, എപ്പോഴും അവർക്ക് സമയം അനുകൂലമാകണമെന്നില്ല. നമ്മളുടെ ജാതകത്തിലെ ചില പ്ലാനറ്റ് പൊസിഷൻ, ഗ്രഹസ്ഥിതി കാര്യങ്ങളൊക്കെ ഒരു ദോഷമായിട്ട് നിൽക്കുന്ന ഒരു ശനിയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങളെല്ലാം തന്നെ വൈകിയേ നടക്കത്തുള്ളൂ. അതിന് എത്രയൊക്കെ കഠിനാധ്വാനം നടത്തിയെങ്കിൽ തന്നെ ഒരു ബന്ധങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മളുടെ ധനപരമായിട്ടുള്ള വരവ് അല്ലെങ്കിൽ നമ്മളുടെ കരിയർ, ഇതിനെല്ലാം തന്നെ ഒരു മന്ദത കൊണ്ടുവരുന്ന ആളാണ് ശനി എന്ന് പറയുന്നത്. അതായത് സാറ്റേൺ ഇൻഫ്ലുവൻസ്. എല്ലാ കാലവും ശനി അവിടെ തന്നെ നിൽക്കുകയില്ലല്ലോ. പ്ലാനറ്റ് മാറുന്ന സമയത്ത്, ഗ്രഹസ്ഥിതി മാറുന്ന സമയത്ത് നമ്മളുടെ സമയം തെളിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അതിനെല്ലാത്തിനും തന്നെ ഒരു പുതിയ തുടക്കത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഓവറാൾ ഈ ഒരു മൊത്തം സ്പ്രെഡിന്റെ ഒരു ചിത്രം നോക്കുന്ന സമയത്ത് ഇത് വെറുപ്പ് കൊണ്ടുള്ളൊരു ആക്രമണമല്ല. അസൂയ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്പാരിസൺ, ഇതൊക്കെ ചേർന്ന ഒരു ഊർജം. നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാകാം. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഈ ഒരു മുന്നോട്ടുള്ള യാത്ര അത് പരമാവധി വൈകിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ ഒരു സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് എന്താണ്, ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. 10 ഓഫ് സൂട്ട്സ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്ന അതേ പാറ്റേൺ, അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും സ്വയം രക്ഷപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണെന്ന് കാണിക്കുന്നു. നിങ്ങൾ ഇനി മുതൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക. സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ആ ഒരു ശീലം അത് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. റെഡ് ഫ്ലാഗ് കാണിക്കേണ്ടടുത്ത് റെഡ് ഫ്ലാഗ് കാണിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ യൂണിവേഴ്സ് പലപ്പോഴും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ടാകാം. ഈ ഒരു വ്യക്തിയിൽ കൂടി തന്നെ അവരറിഞ്ഞോ അറിയാതെയൊക്കെ എന്തൊക്കെയോ ചില ക്ലൂകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കത വെച്ചുകൊണ്ട് അതിനെ അവഗണിച്ച് വിടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കരിയർ എന്നിവയൊക്കെ സംബന്ധിക്കുന്ന ഫ്യൂച്ചർ പ്ലാനുകൾ പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക. എല്ലാവരോടും നിങ്ങളുടെ പ്ലാനുകൾ പറയേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതം സംരക്ഷിക്കുക. അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് വ്യക്തമായിട്ട് തന്നെ നിശ്ചയിക്കുക. ഒരിക്കൽ വഞ്ചിച്ചവരെ വീണ്ടും വീണ്ടും പരീക്ഷിക്കാനായിട്ട് ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ഒരു ഡിവൈൻ എനർജി എന്ന് പറയുന്നത് അർഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം നൽകാൻ ശ്രമിക്കുക. ഓവറാൾ ഈ ഒരു സ്പ്രെഡ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് അതിശക്തമൊന്നുമല്ല, സ്വന്തം കുറവുകളുമായി പോരാടുന്ന ഒരാളാണ്. അതിന്റെ പ്രതിഫലനം നിങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു വെക്കുകയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, അവരുടെ ലക്ഷ്യം നിങ്ങളുടെ വളർച്ചയെ വൈകിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങളുടെ ഗോൾഡൻ ടൈം അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എല്ലായ്പ്പോഴുമില്ല. ആ ഒരു സമയമാണ് ഇവർ മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് തരുന്ന ഇങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടില്ലാതെ നടിക്കരുത്. യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തന്നെ മാറ്റമാണ്. മാറ്റം അനിവാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുക. അതിൻ്റെ ആ ഒരു കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിൽ എന്ന് വരുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ ഈ ഒരു ശത്രുക്കളുടെ എനർജി കുറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എഴുതേണ്ടത് നിങ്ങളുടെ കൈകളാണ്. ഇനി അടുത്ത ബന്ധുക്കളൊക്കെയാണ്, നമുക്ക് ഒഴിവാക്കാനാകാത്ത ആളുകളാണ് ഇതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയെ അവർ സ്വാധീനിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ അവരോട് പ്ലാനുകൾ ഒന്നും തന്നെ പറയാതിരിക്കുക. ഇനി ഒരുപാട് തവണ നിങ്ങളെ ചതിച്ച് വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൂടെ കൂട്ടിയ ആളുകളാണ് ഇതിന് പിന്നിലെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ ഭയപ്പെടരുത്. ചില വാതിലുകൾ അടയുന്നത് ശിക്ഷയല്ല, നിങ്ങളുടെ അടുത്ത ജീവിതഘട്ടത്തിലേക്കുള്ള സംരക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു തെറ്റൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം, രണ്ടാമത്തതും നമുക്ക് അല്പം ക്ഷമിക്കാം, മനുഷ്യരല്ലേ. പക്ഷേ മൂന്നാമതും അവർ ആവർത്തിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, അത് അവരുടെ സ്വഭാവമാണ്. അത് മാറ്റാനുള്ള ഡിവൈൻ പവർ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിവൈൻ മെസ്സേജസ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയായ മാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു വിജയമാക്കി തീർക്കാൻ വേണ്ടുന്ന ഡിവൈൻ ടാരോട്ട് ഗൈഡൻസ് ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. നമ്മുടെ ചാനലിന്റെ പേര് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഞ്ചൽ നമ്പറിലാണ്. 1111 ഡിവൈൻ ജസ്റ്റിസ് ടാരോട്ട്. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന യൂണിവേഴ്സിന് നന്ദി പറയുക. ഇതിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദ സുപ്രീം പവറായ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനാവാതെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഡിവൈന് മുമ്പിലാണ് സറണ്ടർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു നിർണായക തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മാത്രമായ എനർജിയിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനിയൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ കയറി കാണുക. ഒരുപാട് റീഡിംഗ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് കൂടി ചേർത്തിട്ടാണ് റീഡിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മനോഹരമായ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.